കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കരൾ കൊണ്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പാലുകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. 1/2 കിലോ കരൾ കൊണ്ടുള്ള കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് കരൾ മുറിച്ചെടുക്കാം. കരൾ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കരൾ വെന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കരൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്ത് ചേർത്ത് ഒന്ന് പുരട്ടി വയ്ക്കാം. ഇതിൻ്റെ ചോരമണം മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കത് കറിയാക്കാം. ഒരു അരമണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 10 അലരി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, ഒരു 6 പച്ചമുളക്, ഇതെല്ലാം കൂടി എണ്ണയ്ക്കകത്ത് കിടന്ന് വാടിച്ചത്. സവാളയിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും സവാള. സവാള മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോണ മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചേക്കണം നമ്മൾ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം നല്ലോണം ഒന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നോക്കട്ടെ. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക്. മസാല തിളച്ച് കുറിയിട്ടുണ്ട്. നമുക്ക് ലിവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ലിവറിൽ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഒരു വലിയ മുറി തേങ്ങയുടെ പാൽ അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞ് അതാണ് ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് എടുക്കാം.